അതിനുശേഷം ഇനി ജൂനിയർ ആർട്ടിസ്റ്റ് പോവില്ല തീരുമാനിച്ചു. അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നില്ല. എന്തായാലും സ്വന്തമായിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യണം. സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം, അതാണ് അതിനൊരു ഉത്തരം. അതെ, എന്നിട്ട് അതില് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് ആചാര്യനെ വിളിക്കണം എന്നൊക്കെയാണ്. അതൊരു സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് മാറട്ടെ. അതെ അതെ, അങ്ങനെയല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സിനിമാ ലോകത്തില് ശാപം പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്, സിനിമാ ലോകത്തിനെ നശിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇവരെങ്ങനെ വന്നു എന്ന് ചിന്തിക്കാതെ കഷ്ടപ്പെട്ട് ഒരു ചാൻസിന് വേണ്ടി എത്രയോ പട്ടിണി, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ പട്ടിണി കിടന്നാലും ഒന്ന് അഭിനയിച്ചാൽ മതി, ഇവന്മാർക്ക് എന്തോ ഒരു ഇവന്മാരുടെയാണ് സിനിമ എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ പേയ്മെന്റ് കാര്യത്തില് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പൈസ കിട്ടാറില്ല, കോർഡിനേറ്റേഴ്സ് അടിച്ചു മാറ്റുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെയുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എന്നാ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് തരുന്ന കോർഡിനേറ്റേഴ്സും ഉണ്ട്. താങ്കൾക്ക് എത്ര രൂപയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ കിട്ടാറുള്ളത്? എനിക്ക് 800 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ നടികരിൽ വന്നപ്പം ശ്യാം ചേട്ടനായിരുന്നു. ശ്യാം ചേട്ടൻ എനിക്ക് 1000 ഇഷ്ട ശ്യാം ചേട്ടൻ തരുമായിരുന്നു. എനിക്ക് തോന്നുന്നു കറക്റ്റ് വാല്യൂ തരുന്നത് 1000 ആയിരിക്കാം. 800 കിട്ടുന്നത് ചിലപ്പോൾ 200, ചിലപ്പോൾ കട്ടിങ് ആവാം. പക്ഷെ ഈ ജൂനിയർ ആർട്ടിസ്റ്റില് സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നു എന്ന് പറയുന്നത്. 1500 പേയ്മെന്റ് ഒക്കെ 1500 കിട്ടുന്നുണ്ട്. അതെന്താ ഇക്വാലിറ്റി അവിടെ ബാധകല്ലേ? എല്ലാ ഫീൽഡിലും അതൊക്കെ തന്നെ. അതെന്താ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ബോയ്സിനെ പൊതുവെ എന്താ പറയാ, ഇപ്പം എക്സ്പോസ് കാര്യങ്ങളൊക്കെ ബോയ്സിന്റെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പല ചാനൽസും ഓൺലൈൻ മീഡിയാസും ആണെങ്കിലും ന്യൂസ് ചാനൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. താങ്കൾ പറയുന്നത് സ്ത്രീകൾ ഒരു കാഴ്ചവസ്തുവായി മാറി. അങ്ങനെ ഒരിക്കലും പറഞ്ഞല്ല, പക്ഷെ എന്നാലും അതിനാണ് കൂടുതൽ വ്യൂവേഴ്സ് കാര്യം. കാരണം ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ഇപ്പൊ നല്ലൊരു രീതിയിൽ ഇപ്പം മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈക്ക് വ്യൂസ് ഒക്കെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ തന്നെ ഷെയർ ചെയ്ത് മെസ്സേജ് വരെ അയക്കണം, ലൈക്ക് അടിക്കുക. എനിക്കൊരു അവസ്ഥയാണ്, ഞാനും പണ്ട് മോഡലിംഗ് ഒക്കെ ചെയ്തൊരു സമയത്ത് നമ്മൾ എത്ര നല്ല, അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കുറെ ഡെഡിക്കേറ്റഡ് ആവും. നമ്മൾ ചിലപ്പോൾ പാറപ്പുറത്ത് കയറി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടായിരിക്കും നല്ലൊരു ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. കാണാൻ അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും ലൈക്ക് അടിക്കാൻ ആൾക്കാർ ഭയങ്കര മടിയാണ്. അതേ സമയത്ത് ഒന്നും ചെയ്യാതെ വെറുതെ നല്ല ക്യൂട്ട്നെസ് വാരി എറിഞ്ഞാൽ മതി, ലക്ഷങ്ങളാണ് അവർക്ക് ലൈക്ക് കിട്ടുന്നത്. മോഡലിംഗിനാണെങ്കിൽ തന്നെ ബോയ്സ് വന്നു കഴിഞ്ഞാൽ ക്യാമറയൊക്കെ ഇങ്ങനെ, ഗേൾസ് വന്നു കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങനെ നേരെയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡലിംഗ് വന്ന ടൈമാ, എങ്കിൽ പോലും ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മുടെ ഇതുപോലൊക്കെ ഒന്ന് എടുത്തു തരൂ, ഇങ്ങനെയൊന്നും വേണ്ട, നേരെ ഉള്ള ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അതുപോലെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പൊ റീസെന്റ് ഉണ്ടായ ഞാൻ ഒരു വിഷു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയെല്ലാം നൈറ്റെല്ലാം വിളിച്ചെല്ലാം ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് പുള്ളി ചോദിച്ചു മോഡൽസ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, മോഡൽസ് ഇല്ല. ഒറ്റയ്ക്കുള്ള ഫോട്ടോഷൂട്ടാണ് താങ്കൾ? ഞാൻ പറഞ്ഞു ഫാമിലി ഷൂട്ടാണ്, മോഡൽസ് ഇല്ല, ഫാമിലി ഷൂട്ടാണ്, പേയ്മെന്റ് തരാം എന്നെല്ലാം പറഞ്ഞതാ. ആൾക്ക് അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞ. അപ്പൊ പുള്ളി മോഡൽസ് ഷൂട്ടേ എടുക്കുള്ളൂ എന്നുള്ള മോഡലല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ പ്രൊഫൈൽ ഞാൻ അയച്ചു തരാം, ചേട്ടൻ കണ്ടിട്ട് ഓക്കെ ആണ്, ഞാൻ നോക്കി താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഫോട്ടോഗ്രാഫേഴ്സുമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഫീമെയിൽസിന് മാത്രം. അതേസമയം ഞാൻ സൗണ്ടില് ഹലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്തോ. നമ്മളൊരു ഫീമെയിൽ വോയിസിൽ നമ്മുടെ നമ്പറിൽ നിന്ന് വിളിക്കല്ലോ കേട്ടോ, വേറൊരു നമ്പറിൽ നിന്ന് ഫീമെയിൽ വോയിസിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് ഇപ്പോൾ ലൈക്കും കാര്യങ്ങളും